ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഷാഹിൻ ബാഗ് അടങ്ങുന്ന ഓഖ്ല നിയമസഭാ മണ്ഡലത്തിലേക്ക് തന്നെയാണ്. കാരണം ഓഖ്ല നിയമസഭാ മണ്ഡലത്തിൽ വലിയ ഒരു നേട്ടം BJP സ്ഥാനാർത്ഥി കൊയ്തെടുക്കും എന്നുള്ളതിൻ്റെ രീതിയിലായിരുന്നു ആദ്യ ഫലങ്ങൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ എടുത്തു പറഞ്ഞതുപോലെ ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർ ഓഖ്ലയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അവർ രാജ്യദ്രോഹികളായി മാറും, അവർ ഈ രാജ്യത്തിന് ആവശ്യമില്ലാത്തവരായി മാറുമെന്ന് BJPയുടെ നേതാക്കളും അമിത്ഷയും എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. അതേപോലെയായിരുന്നു രാവിലെ ഓഖ്ലയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ. കാരണം BJP സ്ഥാനാർത്ഥി അത്യാവശ്യം കുറച്ച് ലീഡിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ വളരെ വലിയ ഒരു ശ്രദ്ധ ഞങ്ങൾ ഓഖ്ലയിലേക്ക് കൊടുത്തു എന്നുള്ളത് ശരിയായ കാര്യമാണ്. പക്ഷേ വൈകുന്നേരം അവസാന ഫലം പുറത്തു വന്നപ്പോൾ ഷാഹിൻ ബാഗ് അടങ്ങുന്ന ഓഖ്ലയിലെ പൊതുജനം നല്ല വമ്പൻ തിരിച്ചടി അമിത്ഷയ്ക്ക് നൽകിയിരിക്കുന്നു. ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർ അമിത്ഷയുടെ കരണം നോക്കി ഒരടി കൊടുത്തിരിക്കുന്നു. അത് വോട്ടിന്റെ രൂപത്തിലാണ്. അതെ, ആം ആദ്മി സ്ഥാനാർത്ഥിയായിട്ടുള്ള അമാനത്തുള്ള ഖാൻ BJP സ്ഥാനാർത്ഥിക്കെതിരെ നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 72,000 വോട്ടാണ്. അവിടെയുള്ള മൊത്തം വോട്ടിന്റെ 76% നേടിയത് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായ അമാനത്തുള്ള ഖാനാണ്. ഇതിലും വലിയ തിരിച്ചടി ഇനി എന്താണ് അമിത്ഷയ്ക്ക് നൽകാനുള്ളത്? അമിത്ഷയും സംഘവും വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ട ഷാഹിൻ ബാഗ് അടങ്ങുന്ന ഓഖ്ലയിൽ ശക്തനായ BJP സ്ഥാനാർത്ഥിയെ തന്നെ അമിത്ഷാ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത് നിർത്തുന്നു. അതിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിടുന്നു. പക്ഷേ ഷാഹിൻ ബാഗിലെ ഹൈന്ദവർ, ഷാഹിൻ ബാഗിലെ ക്രൈസ്തവർ, ഷാഹിൻ ബാഗിലെ സിഖുകാർ, ഷാഹിൻ ബാഗിലെ ജൈന മതസ്ഥർ, ഷാഹിൻ ബാഗിലെ മറ്റുള്ള സമുദായക്കാരൊക്കെ ഒരു സത്യം തിരിച്ചറിഞ്ഞു അമിത്ഷാ. ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാരുടെ മനസ്സാണ് ശരി, ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാരുടെ ലക്ഷ്യമാണ് ശരിയെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അമാനത്തുള്ള ഖാൻ 72,000 വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷം നേടി. ഒരുപക്ഷെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ മിന്നും പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹത്തിന്റെ ആം ആദ്മിയും നല്ല വിജയം കാഴ്ചവെച്ച് അവർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഷാഹിൻ ബാഗ് ആണ് ശരിയെന്ന് ഒരിക്കൽ കൂടി ഡൽഹി തെളിയിച്ചിരിക്കുന്നു. രാജ്യത്തെ ഡൽഹിയിലെ മതേതരത്വ വിശ്വാസികൾ തെളിയിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ തിരിച്ചടിയൊന്നും അമിത്ഷാ നിങ്ങൾക്ക് ലഭിക്കാനില്ല. അമാനത്തുള്ള ഖാൻ എന്ന ഉജ്ജ്വലനായ കരുത്തനായ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ BJPയുടെ സ്ഥാനാർത്ഥി വട്ടപൂജ്യമായി പോയി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഒരുപക്ഷെ മറ്റുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അമാനത്തുള്ള ഖാന് വലിയ ഭൂരിപക്ഷം ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാരെ നിങ്ങൾ നോവിച്ചതിൻ്റെ തിരിച്ചടിയാണ്, നിങ്ങൾ അവരെ വേദനിപ്പിച്ചതിൻ്റെ തിരിച്ചടിയാണ്, നിങ്ങൾ അവരെ പോലീസിനെ കൊണ്ടും നിങ്ങളുടെ ക്രിമിനലുകളെ കൊണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ തിരിച്ചടിയാണ് അമാനത്തുള്ള ഖാനിന്റെ ആ കൂറ്റൻ ഭൂരിപക്ഷം. അമിത്ഷാ ഓർത്തു വെച്ചോളൂ, ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർന്നിട്ടില്ല. ഈ രാജ്യത്ത് ഹൈന്ദവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുൻപോട്ട് പോകുന്നവരല്ല. അവർ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഷാഹിൻ ബാഗ് അടങ്ങുന്ന ഓഖ്ലയിൽ നിങ്ങൾക്ക് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.